ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ രാവിലെ പള്ളിയിൽ പോകണം. പിന്നെ സൺഡേ ഇല്ലാത്ത പണികളൊന്നുമില്ല, ഇഷ്ടം പോലെ പണികളുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ എടുക്കാം, കുഞ്ഞു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വലിയ വീഡിയോ ഒന്നുമല്ല. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തതെന്നുള്ളതിൻ്റെ എല്ലാം ഒന്നും കാണിക്കാൻ പറ്റില്ലായിരിക്കും. കാരണം ഇത് വീഡിയോ എടുക്കുന്നതും ഞാൻ തന്നെ, എഡിറ്റ് ചെയ്യേണ്ടുള്ളതും ഞാൻ തന്നെ, ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ അഭിനയിക്കേണ്ടുള്ളതും ഞാൻ തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോ ആക്കാമെന്ന്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോവുകയാണേ. പള്ളിയിൽ സമയമായി 8:15 8:30 കുർബാന, 8:15 സമയം. അപ്പോൾ ഇന്ന് വായനയും ഞാൻ വായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ എത്തണം. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഒരുവിധം പണിയൊക്കെ തീർത്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നിന്ന് സമയം ഇത്രയായി. അപ്പോൾ രാവിലെ കുറച്ച് വെയിൽ കാണുന്നുണ്ട്. പക്ഷേ ഈ വെയിൽ എത്രമാത്രം ഉണ്ടാവും അറിയത്തില്ല. അത് മഴ ഉണ്ടാവും കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. വലിയ വെയിലൊന്നുമില്ല, ചെറിയ ലൈറ്റായിട്ടുള്ളൊരു വെയിലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി. ഇനി അതിന് ശേഷം പള്ളിയിൽ കയറിയിട്ട് കുർബാന കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ കാണാം നമുക്ക്. ഓക്കെ, ഇത് യൂദാസ്ലീഹായുടെ പള്ളിയാണേ, വിശുദ്ധ യൂദാസ്ലീഹായുടെ. ഓക്കെ, അപ്പോൾ പിന്നെ കാണാം. ഓക്കെ, അങ്ങനെ പള്ളിയിൽ പോയിട്ടൊക്കെ വന്നു. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ സൺഡേ അല്ലേ, ഇനിയിപ്പം ബാക്കി പണികളൊക്കെ ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ. വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. എന്താ, ബിഗോണിയാണേ. അതൊക്കെ ഇങ്ങനെ കുറച്ച് ചെടികൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതൊന്നും മഴ നനഞ്ഞൂടാ, വെള്ളം അങ്ങനെ മഴ നനഞ്ഞൂടാത്ത ചെടികളാണേ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇവിടെ വെച്ചേക്കുന്നത്. പള്ളിയിൽ പോയിട്ടൊക്കെ വന്നിട്ട് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പോയത്. ഒരു തട്ടിക്കൂട്ട് ഷവർമ എന്ന് പറയാം. അപ്പോൾ അതിനായിട്ട് ചപ്പാത്തി എടുത്തിട്ട്, കുബൂസ് ഉണ്ടെങ്കിൽ കുബൂസ് നല്ലത് കേട്ടോ. ഇതിപ്പോൾ കുബൂസില്ല, അതുകൊണ്ട് ചപ്പാത്തി എടുത്തിട്ട് അതിനകത്ത് മയോണൈസോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ മയോണൈസ് സാധാരണ തേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഇത് ഗാർലിക് പേസ്റ്റ് ആണേ. ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം, കുറച്ച് കൂടുതൽ. അത് കഴിഞ്ഞിട്ട് ഇതേമാതിരി പച്ചമുളകുണ്ട്. ഇത് വലിയ എരിവൊന്നുമില്ലാത്ത പച്ചമുളകാണ്. ഇതൊക്കെ നെസ്റ്റോയിൽ മേടിക്കാൻ കിട്ടും, അപ്പോൾ അങ്ങനെ മേടിച്ച് വെക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ചിക്കൻ നന്നായിട്ട് പൊരിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് ബ്രസ്റ്റ് പീസ് മേടിച്ചിട്ട് പൊരിച്ചതാണ്, എന്നിട്ട് ഉടച്ചെടുത്തതാണ്. ചെറിയ പീസുകളാക്കിയിട്ട് അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് ക്യാരറ്റ് ഉണ്ട്, പിന്നെ ക്യാബേജ് ഉണ്ട്,
പിന്നെ അതേപോലെ കുക്കുംബറുണ്ട്. ഇതെല്ലാം ഇങ്ങനെ സ്ലൈസ് ചെയ്ത് ഇങ്ങനെ ഞാൻ മുറിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് മൂന്നും കൂടെ ഞാൻ ഇതിനകത്ത് ഉപ്പോ ഒന്നും ഇട്ടിട്ടില്ല. ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പിന്നെ വാടിപ്പോയി കണക്കാവും. വെള്ളമൊക്കെ ഇങ്ങനെ അതിൻ്റെ നീരൊക്കെ ഇറ്റ് വീണിട്ട് അങ്ങനെയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം മുറിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നേരെ. അപ്പോൾ അതുകൊണ്ട് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതും ഇതിനകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് ഒരെണ്ണം തിന്നാൽ മതിയാവും. സത്യം പറഞ്ഞാൽ നമുക്ക് വയറ് നിറയും. അത്രയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുമാണ്, ഈസി ആയിട്ടുള്ള ഫുഡുമാണ്. ഞങ്ങളിത് പുറത്തുനിന്നൊന്നും പോയി മേടിച്ച് കഴിക്കാറില്ല ഇതുവരെ. പിന്നെ നെസ്റ്റോയിൽ ഇപ്പോൾ കിട്ടും. അപ്പോൾ അതുകൊണ്ട് 1-2 ദിവസം മേടിച്ചു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കാമല്ലോ. അത് ഇനി ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ടേസ്റ്റൊക്കെ വരും. ഓക്കെ, ഇനി ഇത് നമുക്ക് റോൾ ചെയ്യണമെങ്കിൽ റോൾ ചെയ്യാം. അതല്ല അങ്ങനെ മടക്കിയാൽ മതിയെങ്കിൽ മടക്കാം. ഓക്കെ, ഇങ്ങനെയായി. ഇത് ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല സാധാരണ, പക്ഷെ ഞങ്ങൾക്ക് തോന്നി. പിന്നെ ഇതിനകത്ത് ലെറ്റൂസൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണേ. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി, വയറ് നിറയും. പിന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റും ആണേ. ഇതൊന്നും ഞാൻ കഴിക്കാത്തതായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചിക്കനൊന്നും കഴിക്കാറില്ലായിരുന്നു. ചിക്കന്, ബീഫ് അങ്ങനെയുള്ള ഒന്നും കഴിക്കാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇത് ഇങ്ങനെ റോളാക്കിയിട്ടൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പറാ. എല്ലാവരും ചെയ്ത് നോക്കാനൊന്നും പറയുന്നില്ല. താല്പര്യമുള്ളവരൊക്കെ ഇതേമാതിരി ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഷവർമ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. അതേപോലെ ഉച്ചക്കലത്തേക്കുള്ള മീൻകറി, ഇന്ന് മീൻകറിയാണേ. നല്ല ചൂര ഉണ്ടായിരുന്നു. അത് ഇന്നലെ മേടിച്ചിട്ട് കറി വെച്ച് വെച്ചതാണേ. അപ്പോൾ മീൻകറിയൊക്കെ നമ്മൾ തലേന്നേ വേവിച്ച് വെക്കുന്ന ഉണ്ടാക്കി വെക്കുന്നതല്ലേ ടേസ്റ്റ്. മീൻകറി ഒന്ന് ഉറങ്ങി എണീക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ അതാ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ച് മുളകിട്ട മീൻകറിയാണേ. നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് ചക്ക ഇരിപ്പുണ്ട്. ചക്ക വെട്ടി അത് പുഴുക്കുണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ പുറത്തൊക്കെ മഴയുമാണ്. പിന്നെ അങ്ങനെ പിന്നെ പുറത്തുള്ള കുറേ പണികളുണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഒരു കാര്യം കൂടെ കാണിച്ചു തരാവേ. ഇന്നത്തെ സ്പെഷ്യലാണ്. അപ്പോൾ ഇത് ചക്കയപ്പം, പഴുത്ത ചക്ക വെച്ചിട്ട് ഉണ്ടാക്കിയതാണേ. നല്ല മണമാണ്. ഇതിനിപ്പോൾ വൈകിട്ടത്തേക്ക്
ചായയുടെ കൂടെയൊക്കെ എടുക്കാം. അപ്പോൾ ഇത് നല്ല വട്ടയിലയിൽ ഉണ്ടാക്കിയതാണ്. ഇവിടെയൊന്നും വട്ടയിലയിൽ ഇങ്ങനെ ഉണ്ടാക്കാറില്ല. ഞാൻ പിന്നെ തോട്ടത്തിൽ നിന്ന്, ഇവിടെ അല്ല വേറെ സ്ഥലത്തുനിന്ന്, അവിടെ നിന്ന് തോട്ടത്തിൽ നിന്ന് ബൂനെ കൊണ്ട് ഒടിപ്പിച്ച് കൊണ്ടുവന്നതാണ് ഇല. എന്നിട്ട് ഫ്രിഡ്ജ് കൊണ്ടുവന്ന് വെക്കും. ഇവിടെയൊന്നും അങ്ങനെ ആരും ഈ ഇലയിൽ ചക്കയപ്പം ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല, ആരും പറയുന്നതും കേട്ടിട്ടില്ല. നമ്മൾ തെക്കോട്ടുള്ള അവിടെയൊക്കെയാണ് ഈ ഇലയിൽ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.